എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കൂത്താട്ടോളത്തുള്ള പൂപ്പൽ ഹുണ്ടായിലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന വാഹനം നമ്മുടെ ഏറ്റവും ബേസ് ലെവലിൽ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന എക്സ്റ്ററിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്ന് എത്രയാണ് നമുക്ക് എക്സ്റ്ററിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്, അതുപോലെ എന്തെല്ലാം മാറ്റങ്ങളാണ് എക്സ്റ്റർ വന്നിരിക്കുന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ഗോകുലെ വെൽക്കം ടു യുവർ ചാനൽ. താങ്ക് യു. അപ്പോൾ എങ്ങനെയാണ് ഗോകുലെ, കുറേ അധികം മാറ്റങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ പുതിയ ബേസിലേക്ക് വന്ന എക്സ്റ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമോ? പറയാലോ. നമുക്കിപ്പോൾ നിലവിൽ എക്സ്റ്ററിൻ്റെ ഫേസ് ലിഫ്റ്റ് ആണ്. അതായത് നിലവിലുണ്ടായിരുന്ന എക്സ്റ്ററിൽ നിന്ന് കുറച്ച് ഒട്ടനവധി മാറ്റങ്ങൾ നമുക്ക് പുതിയ എക്സ്റ്ററിലേക്ക് വരുമ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മളിപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്ക് പറയാൻ പോകുന്നത് ഈ ഫ്രണ്ടിലത്തെ ഒരു ഡിസൈനിൽ നമുക്ക് എൻ്റയർ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു റേഡിയേറ്റർ ഗ്രില്ലിൻ്റെ ഡിസൈന്, കളർ ടോൺ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് പുതിയ വേരിയൻസ് എന്തെങ്കിലും അഡീഷണൽ വന്നിട്ടുണ്ടോ? അത് എങ്ങനെയാണ്? നമുക്ക് വേരിയന്റ് നമുക്ക് നേരത്തെ എസ് ഓപ്ഷൻ അങ്ങനെ ഒരു രീതിയിലായിരുന്നു നമ്മൾ വേരിയൻസ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതിലൊരു മാറ്റം വരുത്തിയിട്ട് നമ്മളിപ്പോൾ വെന്യൂലൊക്കെ കണ്ട് ശീലിച്ച് വരുന്ന നമുക്കൊരു വെന്യൂ, അതുപോലെ തന്നെ നമ്മുടെ പുതിയ വെർണയിലൊക്കെ വരുന്ന പോലെ നമുക്ക് HX എന്ന് പറഞ്ഞ സീരീസിലോട്ട് മാറിയിട്ടുണ്ട്. അതായത് നമുക്ക് നിലവിൽ HX2, HX3, HX4 അങ്ങനെയുള്ള രീതിയിലാണ് വരുന്നത്. മൊത്തം നമുക്ക് 7 വേരിയൻസ് ആണ് ഉള്ളത്. 7 വേരിയൻസിൽ ഇത് നമുക്കിപ്പം HX8 എന്ന് ഏറ്റവും ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴെ വരുന്ന HX8 എന്ന് പറഞ്ഞ മോഡലിന് ഓട്ടോമാറ്റിക് ആണ് നമുക്ക് ഇപ്പോൾ കാണുന്നത്. ഇത് ഓട്ടോമാറ്റിക് മോഡലാണ്. ഇത് നമുക്ക് സ്റ്റാറി നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള ഒരു കളർ ഷെയ്ഡാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലത്തെ സ്കിപ്പ് പ്ലേറ്റിന്റെ ഡിസൈൻ നമുക്ക് എൻ്റയർലി ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു പ്രീമിയം വെഹിക്കിളിൽ വരുന്ന ആ ഒരു സെയിം കാറ്റഗറി ഡിസൈൻസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയുന്ന വേറെ മാറ്റം എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ ഈ എക്സ്റ്റർ എന്നുള്ള ബാഡ്ജിങ് നമുക്ക് ഈ ഒരു സ്ലോപ്പിലായിട്ടാണ് കൊടുത്തത്, ഒരു ചെറിയ ലെറ്റേഴ്സിൽ. അതിൽ നിന്ന് നമുക്ക് ഒരു മാറ്റം വന്നിട്ട് നമ്മുടെ ഈ പാരലായിട്ട് വരുന്ന ഈ ഒരു പാനലിലോട്ട് നമുക്ക് കുറച്ചുകൂടെ വിസിബിൾ ആയിട്ട് ഒരു ബോൾഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ലെറ്റേഴ്സ് ഇപ്പോൾ എക്സ്റ്റർണൽ ബാഡ്ജിങ് വരുന്നത്. സെയിം നമുക്ക് ഈ ലോഗോയുടെ അതേ ഒരു കളർ ടോണിലാണ് മാച്ചിങ് ആയിട്ടുള്ള രീതിയിലാണ് ഫ്രണ്ട് ഡിസൈൻ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് H ഷേപ്പിലുള്ള LED DRLs നമുക്ക് കാണാം. ഇവിടെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ഒരു ബൈ ഫംഗ്ഷൻ ആയിട്ടുള്ള പ്രൊജക്ട് ഹെഡ് ലാംപ്സ് ആണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വരുന്നത്. വശങ്ങളിലേക്ക് വരുമ്പോൾ മാറ്റങ്ങളൊന്ന് ഫസ്റ്റ് നോക്കാം. അപ്പം നമുക്ക് വശങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഈ പഴയൊരു എക്സ്റ്ററിൽ നിന്നും നമുക്ക് ഈ ഒരു സൈഡ് ക്ലാഡിങ് കുറച്ചുകൂടി ഒരു ബോൾഡ് കാറ്റഗറിയിൽ ഒന്നുകൂടി ഒന്ന് ബൾജ് ചെയ്ത രീതിയിലാണ് നമുക്കിപ്പം ഈ സൈഡ് ക്ലാഡിങ് വരുന്നത്. അതുപോലെ നമുക്കൊരു മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു മാറ്റമാണ് നമ്മുടെ അലോയ് വീലിൻ്റെ ഡിസൈൻ. അലോയ് വീലിൻ്റെ ഡിസൈൻ നമുക്ക് പഴയ എക്സ്റ്ററിൽ നിന്ന് നമുക്കൊരു ഡയമണ്ട് കട്ട് അലോയ് 15 ഇഞ്ചസിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽ പുതിയൊരു ഡിസൈനിലാണ്, കുറച്ചുകൂടി ഒരു പ്രീമിയം ഡിസൈനിലാണ് നമുക്കിപ്പോൾ അലോയ് വീൽസ് വരുന്നത്. അത് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു മാറ്റം തന്നെ. വണ്ടിയുടെ ലുക്സിനെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അലോയ് വീൽ ഡിസൈനാണ് വരുന്നത്. പിന്നെ നമുക്ക് സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന പോലെ തന്നെ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ നമുക്ക് മിറേഴ്സ് തന്നെ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ നമുക്ക് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു റൂഫ് റെയിൽ കാര്യങ്ങളൊക്കെ ആണ് ഒരു ബ്ലാക്ക് ടൈപ്പ് നമ്മുടെ ആ ഒരു ഡിസൈനിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ ഒരു ബ്ലാക്ക് ടൈപ്പ് റൂഫ് റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് വശങ്ങളായിട്ട് ഇരുവശങ്ങളിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലോട്ട് വരുമ്പോഴാണെങ്കിലും നമുക്ക് ആ സെയിം ഫ്രണ്ട് കണ്ട പോലെ തന്നെ നമുക്ക് ആ ഒരു സൈഡിലത്തെ കുറച്ചുകൂടെ ബൾജ് ചെയ്ത് നിൽക്കുന്ന ഒരു മസ്കുലർ ആയിട്ടുള്ളൊരു സൈഡ് ക്ലാഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ബോഡി കളറിൻ്റെ ആ സെയിം ടോണിൽ തന്നെയാണ് നമ്മുടെ സെയിം നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ ഒരു രീതിയിലുള്ള അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഡോർ ഹാൻഡിൽ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. അതുപോലെ നമ്മുടെ ഇടതുവശത്തായിട്ട് തന്നെയാണ് നമ്മുടെ ഫ്യൂവൽ ടാങ്ക് വരുന്നത്. 37 ലിറ്ററാണ് നമ്മുടെ ഫ്യൂവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അതുപോലെ നമുക്ക് ഡോറിലെ കാര്യങ്ങളൊക്കെ കുറച്ച് ഒരു എഡ്ജഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ കാണാം. കുറച്ചുകൂടെ നമ്മുടെ എയറോഡൈനാമിക്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഈ ഒരു വെഹിക്കിൾ ഡിസൈൻ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റൂഫ് റെയിൽ, അതുപോലെ തന്നെ സ്പോയിലർ, അതുപോലെ നമ്മുടെ താഴെ ഈ ബ്ലാക്കിനോടൊക്കെ മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ സൈഡിൽ ഒരു ക്വാർട്ടർ പാനലായിട്ട് നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നമുക്കൊരു ഡിസൈനും നമുക്ക് പുതിയ എക്സ്റ്ററിലേക്ക് വരുമ്പോൾ വന്നിട്ടുണ്ട്. ഒരു പുതിയൊരു ലൈൻ ടൈപ്പ് ഒരു പാറ്റേണിലാണ് നമ്മുടെ ഈ ഒരു എക്സ്റ്ററിൻ്റെ പുതിയൊരു ഡിസൈൻ വരുന്നത്. അതുപോലെ ബാക്കിലോട്ട് വരുമ്പോൾ നമുക്ക് എടുത്ത് പറയാവുന്ന ഒരു മാറ്റമാണ് നമ്മുടെ സ്പോയിലറിൻ്റെ ഡിസൈൻ. സ്പോയിലറിൻ്റെ ഡിസൈൻ നമുക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കൊരു സ്പോർട്ടി ടൈപ്പ് വിങ് ടൈപ്പ് സ്പോയിലറാണ് നമുക്ക് പുതിയ എക്സ്റ്ററിലോട്ട് വരുന്നത്. പഴയ എക്സ്റ്ററിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഇതൊരു സ്പോർട്ടി ലുക്ക് തന്നെ വെഹിക്കിളിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഷാർക്ക് ഫിൻ ആൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ബാക്കിലോട്ട് വരുമ്പോഴത്തേനും കാണാൻ സാധിക്കും. ഇനി നമുക്ക് ബാക്കിലോട്ട് വരുമ്പോഴത്തേനും നമ്മുടെ റെയർ വൈപ്പർ വിത്ത് വാഷർ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലേക്കുള്ള ഡീഫോഗർ ലൈൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നമ്മൾ അധികം വേരിയൻസ് കാര്യങ്ങൾ അങ്ങനെയുള്ള ബാഡ്ജിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ജസ്റ്റ് ഹ്യുണ്ടായുടെ ഒരു ലോഗോയും എക്സ്റ്റർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് മാത്രമാണ് വരുന്നത്. ഇനി നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ LED ടെയിൽ ലാമ്പ് വരുന്നത്. നമ്മുടെ ആ ഫ്രണ്ടിൽ കണ്ട നമ്മുടെ DRLനോട് സെയിം സാമ്യമുള്ള രീതിയിൽ തന്നെ ഷേപ്പിൽ വരുന്ന ഒരു LED ടെയിൽ ലാംപ്സ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് മുകളിൽ നമ്മുടെ ടോപ്പ് മൗണ്ടഡ് ആയിട്ടുള്ള ബ്രേക്ക് ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ കാണാം. ഇനി നമുക്ക് എടുത്തു പറയേണ്ട ഒരു മാറ്റം നമ്മുടെ ബൂട്ടിൻ്റെ ബാക്കിൽ വരുന്ന ഈ ഒരു ഡിസൈനാണ്. നമ്മുടെ സെയിം
ഈ ഒരു സൈഡിലത്തെ പിയാനോ ബ്ലാക്കിൽ നമ്മൾ കണ്ട പോലെ തന്നെ ആ ഒരു സെയിം കാറ്റഗറി ആ ഒരു പാറ്റേണിൽ തന്നെ വരുന്ന രീതിയിലുള്ളൊരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് പണ്ടത്തെ ഒരു എക്സ്റ്ററിൽ നിന്ന് നോക്കുമ്പോൾ ഒരു നല്ലൊരു ഡിസൈൻ മികവായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ചേഞ്ചാണ്. അതുപോലെ നമ്മളിപ്പോൾ ഫ്രണ്ടിലത്തെ സ്കിഡ് പ്ലേറ്റ് കണ്ട പോലെ തന്നെ നമുക്ക് ബാക്കിലോട്ട് നമുക്ക് ഈ ഒരു സെയിം കളർ ടോണിൽ അതുപോലെ തന്നെ ഒരു പുതിയൊരു ഡിസൈനിൽ വരുന്ന സ്കിഡ് പ്ലേറ്റ് ഡിസൈൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് 391 ലിറ്ററാണ് നമ്മുടെ ബൂട്ട് സ്പേസ് കപ്പാസിറ്റി വരുന്നത്. അതുപോലെ നമുക്ക് താഴേക്ക് നോക്കുമ്പോഴത്തേനും നമ്മുടെ സ്പെയർ വീല് ടൂൾ കിറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് പാഴ്സൽ ട്രേ അവൈലബിൾ ആണ്. പാഴ്സൽ ട്രേ വരുമ്പോഴത്തേനും നമുക്ക് റിമൂവബിൾ ടൈപ്പ് ആണ്. നമുക്ക് എന്തെങ്കിലും ലഗേജ് കാര്യങ്ങൾ എന്തെങ്കിലും അഡീഷണലി കയറ്റാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാഴ്സൽ ട്രേ നമുക്ക് റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സീറ്റ് കാര്യങ്ങളൊക്കെ ഫോൾഡബിൾ ആണ്. എക്സ്ട്രാ പോലുള്ളൊരു SUV കാറ്റഗറി, ഒരു എൻട്രി ലെവൽ SUV കാറ്റഗറി വെഹിക്കിളിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഫീച്ചറാണ് നമ്മുടെ ഈ സൈഡ് ഗ്ലാസ് അതുപോലെ ഫ്രണ്ട് വിൻഷീൽഡ് കാര്യങ്ങളൊക്കെ പറയേണ്ടത്. നമുക്ക് കുറച്ചുകൂടെ ഡ്രൈവർക്കും അതുപോലെ തന്നെ പാസഞ്ചർക്കും നമുക്ക് റോഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഔട്ട്സൈഡ് വ്യൂ കുറച്ചുകൂടെ നല്ല രീതിയിൽ വിസിബിൾ ആവുന്ന രീതിയിൽ ഒരു സൈഡൊക്കെ നോക്കുവാണെങ്കിൽ ഒരു വൈഡ് ആയിട്ടുള്ള സൈഡ് ഗ്ലാസ്സസ് ആണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് വിൻഷീൽഡ് ആണെങ്കിൽ പോലും ഫ്രണ്ട് ഗ്ലാസ്സസ് ആണെങ്കിലും നമുക്ക് ഡ്രൈവർക്ക് അല്ലെങ്കിൽ ഫ്രണ്ടിലിരിക്കുന്ന കോ പാസഞ്ചർക്ക് ഒരു നല്ലൊരു വിസിബിലിറ്റി റോഡിലേക്ക് കൊടുക്കാൻ പാകത്തിനുള്ള ഒരു ഗ്ലാസ് വിൻഷീൽഡാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഡ്രൈവറിൻ്റെ ഒരു എൻട്രി ലെവൽ SUV നോക്കുന്ന ഒരു കസ്റ്റമർക്ക് നമുക്കൊരു ബോണറ്റ് ലെവൽ കണ്ട് വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ ഡ്രൈവർ സീറ്റിലിരുന്നിട്ട് നമുക്കൊരു ബക്കറ്റ് സീറ്റിൽ ആ ഒരു കുഴിവിലിരിക്കുന്നതിൽ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് നമുക്ക് റോഡ് ലെവൽ കണ്ട് വണ്ടി ഓടിക്കാൻ മാത്രമുള്ളൊരു ഡിസൈനാണ് നമ്മുടെ എക്സ്റ്ററിൽ വരുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ നമുക്ക് കീലെസ് എൻട്രി പോലെയുള്ള പ്രീമിയം ഫീച്ചേഴ്സ് നമുക്ക് നമ്മുടെ എക്സ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ നമ്മുടെ കീ കാര്യങ്ങളൊക്കെ നമ്മുടെ പോക്കറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് ബാഗിലോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് കീ കയ്യിൽ എടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ നമ്മുടെ മിറർ കാര്യങ്ങളൊക്കെ അൺഫോൾഡ് ആകുമ്പോൾ അതുപോലെ തന്നെ വെഹിക്കിൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ആവും. നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാൻ സാധിക്കും നമ്മുടെ ഒരു ഡ്രൈവർക്ക് തന്നെ നമ്മുടെ ഈ സൈഡിൽ നമ്മുടെ എല്ലാ പവർ വിൻഡോയുടെ കൺട്രോൾസും, നമ്മുടെ പവർ വിൻഡോ ലോക്കിൻ്റെ കൺട്രോൾസ്, സെൻട്രൽ ലോക്ക്, അതുപോലെ മിറർ ഫോൾഡ്, മിറർ അഡ്ജസ്റ്റർ, ലെഫ്റ്റ് റൈറ്റ് സ്വിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ഈ ഡ്രൈവർ ഡോറിൽ തന്നെ എല്ലാ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡോറിൻ്റെ കാര്യങ്ങളൊക്കെ ഡോർ പാഡിൻ്റെ ഒരു കളർ തീം കാര്യങ്ങളെല്ലാം പഴയ എക്സ്റ്ററിൽ നിന്ന് നല്ല രീതിക്ക് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരു നേവി ബ്ലൂ രീതിയിൽ കളർ ടോണിലാണ് നമ്മുടെ പുതിയ എക്സ്റ്ററിൻ്റെ ഒരു ഡോർ പാഡിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കളറിനോട് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മുടെ ലോഗോയിൽ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സെയിം ഒരു കളറാണ് നമ്മുടെ ഡോർ ഹാൻഡിൽ കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുത്തേക്കുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു മാറ്റം നമ്മുടെ ഇൻറ്റീരിയറിൽ വന്നേക്കുന്നത് നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ഡിസൈൻ തന്നെയാണ്. സ്റ്റിയറിങ് നമുക്ക് ഇതിന് മുന്നത്തെ എക്സ്റ്ററിൽ നമുക്കൊരു ഫുള്ളി റൗണ്ട് സ്റ്റിയറിംഗ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. നമുക്ക് പുതിയ എക്സ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഡീ കട്ട് ഫ്ലാറ്റ് ബോട്ടം ടൈപ്പ് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അതുപോലെ നമുക്ക് ഒരു മിഡ് വേരിയൻ്റ് ഒക്കെ മുതൽ നമുക്ക് ഓട്ടോമാറ്റിക്കിന് വേണ്ടിയിട്ട് നമ്മുടെ പാഡൽ ഷിഫ്റ്റേഴ്സ് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ടു ഡ്രൈവ് ആയിട്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ലെതർ റാപ്ഡ് ആയിട്ടുള്ള ടൈപ്പാണ് നമ്മുടെ സ്റ്റിയറിംഗ് വരുന്നത്. സ്റ്റിയറിംഗിൽ തന്നെ നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസും അതുപോലെ തന്നെ നമ്മുടെ ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ക്ലസ്റ്റർ ആണെങ്കിൽ പോലും നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള രീതിയിലുള്ളൊരു ക്ലസ്റ്ററാണ്. എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് വരുന്നൊരു ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്ററാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ കാര്യത്തിൽ സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഒരു കൺവീനിയൻസും അതുപോലെ തന്നെ നമ്മുടെ ഒരു കംഫർട്ട് അനുസരിച്ച് നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ഹൈറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡാഷ്ബോർഡ് ആണെങ്കിൽ ആ ഒരു ഡോർ പാഡിൻ്റെ ഒരു കളർ തീമിനോട് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു സെയിം കളർ ടോണാണ് നമുക്ക് വരുന്നത്. പഴയ എക്സ്റ്ററിൽ നിന്നും നമുക്കൊരു നല്ല രീതിയിൽ നമ്മുടെ ഇൻറ്റീരിയറിലെ കളർ തീം ചേഞ്ച് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു ഡാഷ്ബോർഡിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഒരു ബട്ടൺ വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു കാർബൺ ബ്ലാക്ക് രീതിയിലുള്ള ഒരു സൈഡ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്കൊരു പ്രീമിയം ടൈപ്പ് AC വെൻസ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കൊടുത്തേക്കുന്നത്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 8 ഇഞ്ചസിൻ്റെ ഫുള്ളി HD ആയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. നമുക്ക് വോളിയത്തിൻ്റെ കൺട്രോൾസ്, അതുപോലെ തന്നെ റേഡിയോ, മീഡിയ, ഫേവറേറ്റ്സ്, സീക്കർ, ട്രാക്ക്, സെറ്റപ്പ്, അങ്ങനെയുള്ള ഒരുപാട് കൺട്രോൾ ബട്ടൺസ് നമുക്ക് കാണാം. ഇതിൻ്റെ താഴെയായിട്ടാണല്ലോ നമുക്ക് ആ ഒരു കാർബൺ ബ്ലാക്ക് ഡിസൈന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് AC വെൻറ്റിൻ്റെ ചുറ്റുമായിട്ട് തന്നെ.
അതുപോലെ തന്നെ നമ്മുടെ ഹസാർഡിൻ്റെ ബട്ടൺ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാം. ഇത് നമുക്ക് എ സിയുടെ കൺട്രോൾസ് ആണ് വരുന്നത്. നമുക്ക് ഈ ഒരു വേരിയന്റിൽ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ ഒരു സൈഡിലോട്ട് നമുക്ക് കൂളിംഗ് അതുപോലെ ഇങ്ങോട്ടേക്ക് നമുക്ക് ഹീറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഓട്ടോ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടെമ്പറേച്ചർ നമുക്ക് ഇന്റീരിയറിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ നമുക്ക് ഇവിടെ ഫാൻ സ്പീഡ് കാര്യങ്ങളെല്ലാം കാണാം. എ സിയുടെ മറ്റ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ വയർലെസ് ചാർജറാണ് ഇതിന് വരുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലഗിൻ നമുക്കൊന്ന് ജസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വയർലെസ് ചാർജർ വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് വയർഡ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് നമുക്ക് USB കണക്റ്റഡ് ചാർജിംഗ് പോർട്ട് നമുക്ക് ഇവിടെ കാണാം. അതുപോലെ ഒരു ടൈപ്പ് C ഫാസ്റ്റ് ചാർജിംഗ് പോർട്ട് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ക്ലസ്റ്ററിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് വയർലെസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പാണ്. അത് നമുക്ക് വയർലെസ് ആയിട്ടും വയർഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇത് നമുക്ക് നമ്മുടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഡ്രൈവർ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ ഒരു വേരിയൻറ്റിൽ. അതുപോലെ നമ്മുടെ മിറർ കാര്യങ്ങളെല്ലാം ഓട്ടോ ഫോൾഡിങ് വരുന്നുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഓട്ടോ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഡ്രൈവിൽ ഇട്ടിട്ട് ബ്രേക്ക് ചെയ്യുന്ന കാലം റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വെഹിക്കിൾ മൂവ് ആയി തുടങ്ങും. 1.2 ലിറ്റർ എഞ്ചിനാണ് നമുക്ക് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് പവർഫുൾ ആയിട്ടുള്ള 4 സിലിണ്ടർ എഞ്ചിനാണ്. അതുപോലെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളെല്ലാം നോർമലി യൂഷ്വലി എല്ലാ വെഹിക്കിളും വരുന്ന പോലെ തന്നെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഡ്രൈവർക്ക് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടും കൺവീനിയൻസും കൂടുതൽ കൊടുക്കുന്ന രീതിയിൽ നമുക്ക് പുതിയ എക്സ്റ്ററിൽ ഒരു ഫോൾഡബിൾ ടൈപ്പ് ആംബ്രസ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് യൂസ് ഉള്ള ടൈമിൽ നമുക്ക് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല എന്നുള്ള ടൈമിൽ ഒരു ഫിക്സഡ് ആംബ്രസ്റ്റിനെക്കാട്ടും കൂടുതൽ ഉപകാരം ചെയ്യുന്ന രീതിയിൽ നമുക്കിത് റിമൂവ് ചെയ്ത്, അതായത് ഫോൾഡ് ചെയ്ത് വെക്കാൻ മാത്രമുള്ള ഒരു ആംബ്രസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ സീറ്റിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാസഞ്ചർക്കാണെങ്കിലും ഡ്രൈവർക്കാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടും കൺവീനിയൻസും തരുന്ന രീതിയിലുള്ള സീറ്റാണ് വരുന്നത്. അതായത് നമുക്ക് സൈഡ് വിങ്സ് കാര്യങ്ങളൊക്കെ വരുന്ന അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടും ബാക്ക് സപ്പോർട്ടും തരുന്ന രീതിയിലുള്ള സീറ്റ്സാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഹൈ സ്പീഡിൽ പോകുന്ന ടൈമിലാണെങ്കിൽ പോലും ഈ സൈഡ് വിങ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ ഈ സീറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ സീറ്റ് ബെൽറ്റും കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ശരിക്കും നമ്മളെ ഹഗ് ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ഈ സീറ്റിനകത്ത് നമ്മൾ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ലോങ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു സ്ട്രെസ്സും ഇല്ലാണ്ട് പക്കയായിട്ട് നമുക്ക് റിലാക്സ് ചെയ്തിരുന്ന് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ നല്ല രീതിയിൽ തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു സോഫ്റ്റ് രീതിയിൽ വരുന്ന ഒരു സീറ്റാണ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് പ്രീമിയം ഫാബ്രിക് വിത്ത് സൈഡ് ലെതർ, ആർട്ടിഫിഷ്യൽ ലെതർ കാര്യങ്ങളെല്ലാം വരുന്നൊരു സീറ്റാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയായിട്ട് നമുക്ക് ഈ ബാക്കിൽ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് എക്സ്റ്ററിൻ്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സീറ്റിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെയായിട്ട് നമുക്ക് എക്സ്റ്ററിൻ്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ സീറ്റിലും നമുക്ക് ഈ ഒരു വിങ് സപ്പോർട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു ഫീച്ചറാണ് നമ്മുടെ സൺറൂഫ്. വോയിസ് അസിസ്റ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് സൺറൂഫ് നമുക്ക് വരുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ വൈഡർ ആയിട്ടുള്ള ഒരു സൺറൂഫ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലാണുള്ള 2 റീഡിംഗ് ലാമ്പ്സും ബാക്കിലേക്ക് ഒരു റീഡിംഗ് ലാമ്പ് സെപ്പറേറ്റ്ലി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബാക്കിലിരിക്കുന്ന പാസഞ്ചേഴ്സിന് ഫ്രണ്ടിൽ നിന്നുള്ള ലൈറ്റ് മാത്രമല്ലാണ്ട് ബാക്കിലേക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യമുള്ള ഒരു റീഡിംഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിക്ക് തന്നെ ബാക്കിലേക്ക് വെളിച്ചം കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫീച്ചറാണത്. അതുപോലെ നമ്മൾ ഈ ഒരു ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു നല്ലൊരു പാറ്റേണിലേക്ക് നമുക്ക് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ശരിക്കും ഒരു 3 ടോൺ ആയിട്ടാണ്, അതായത് നേവി ബ്ലൂ, അതുപോലെ തന്നെ ഒരു കാർബൺ ബ്ലാക്ക്, അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ബീജ്, ഒരു ഓഫ് വൈറ്റ് രീതിയിലുള്ളൊരു ഇത് വരുന്നുണ്ട്. നമുക്ക് ഗ്ലോ ബോക്സിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൂൾഡ് ഗ്ലോ ബോക്സ്, നമുക്ക് ഇവിടെ ഒരു എയർ വിൻഡിൻ്റെ സപ്ലൈ നമുക്ക് ഇവിടെ കാണാം. നമുക്കൊരു കൂൾഡ് ഗ്ലോ ബോക്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു മോഡലിൽ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ബാക്ക് സീറ്റിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്കൊരു കൂപ്പ രീതിയിലുള്ളൊരു ഫ്രണ്ട് സീറ്റ്സ് വരുന്നതുകൊണ്ട് നമുക്ക് ബാക്കിലേക്ക് അത്യാവശ്യം നല്ലൊരു ലെഗ് റൂം നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു രീതിയിൽ നമുക്കൊരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന ടൈമിൽ നല്ല കംഫർട്ടും കാര്യങ്ങളും തരുന്നതിൽ നല്ലൊരു സ്പേസ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഹെഡ് സ്പേസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻറ്റീരിയറിലേക്ക് വരുന്നുണ്ട്. ബാക്ക് സീറ്റിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സൈഡ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തരുന്ന രീതിയിലുള്ള സീറ്റ്സാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ടൈപ്പ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഒരു ഹൈറ്റിനനുസരിച്ച് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് കംഫർട്ട് തരുന്ന മറ്റൊരു ഫീച്ചറാണ് നമ്മുടെ റെയർ AC വിൻസ്. നമ്മുടെ ഓൾമോസ്റ്റ് ഒരു മിഡ് വേരിയൻറ്റ് മുതൽ നമുക്ക് ഈ റെയർ AC വിൻഡ് എന്നുള്ളൊരു ഫീച്ചർ നമുക്ക് അവൈലബിൾ ആണ്. ബാക്കിലിരിക്കുന്നവർക്ക് കുറച്ചുകൂടെ കൂളിങ് കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് ഒരു എയർ പാസേജ് കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ റെയർ AC വിൻസിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിത് ആവശ്യമില്ലാതെ നമുക്ക് ഇവിടെ ഇത് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിടാം, അതായത് ക്ലോസ് ചെയ്തിടാനുള്ള
ഓരോ കൺട്രോൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുമുണ്ട്. അതുപോലെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഡോറിൻ്റെ ഒരു ഓപ്പണിങ് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഒരു ഇത്രയും വൈഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഓപ്പൺ ആവുന്ന ഒരു ഡോർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ കാലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കയറാനും ഇറങ്ങാനൊക്കെ കുറച്ചുകൂടെ ഈസിയാണ്. കാരണം ഇത്രയും നമുക്ക് വൈഡ് ആയിട്ടുള്ള രീതിയിൽ ഇത്രയും നമുക്ക് ഓപ്പണിങ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫുള്ള് സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് ഉള്ളിലേക്ക് കയറാനും അതുപോലെ തന്നെ ഇറങ്ങാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഈസി ടു ആക്സസ് ആയിട്ട് നമുക്ക് ഈ ഒരു വെഹിക്കിളിനെ നമുക്ക് പറയാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. നമുക്ക് നിലവിൽ 1.2 ലിറ്ററിൽ കാപ്പ സീരീസിൽ വരുന്ന 4 സിലിണ്ടർ എഞ്ചിനാണ് നമുക്ക് വരുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ നിന്നല്ല, നമ്മുടെ ഒരു ഹാച്ച് ബാക്ക് അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ SUV സെഗ്മെൻറ്റിൽ നമുക്ക് 4 സിലിണ്ടർ എഞ്ചിൻ വരുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ. അതായത് 1.2 ലിറ്റർ 4 സിലിണ്ടർ കാപ്പ എഞ്ചിനാണ് നമുക്ക് വരുന്നത്. 83 PS പവറും അതുപോലെ തന്നെ 113.8 Nm ടോർക്കുമാണ് നമുക്ക് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെയിം ഇതിൽ തന്നെ നമുക്ക് CNG ബൈഫ്യൂലും നമുക്ക് അവൈലബിൾ ആണ്. 1.2 ലിറ്ററിൻ്റെ തന്നെ CNG നമുക്ക് ഈ ഒരു എക്സ്ട്രയിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയലും ഇന്ത്യയിലും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നമുക്കിങ്ങനെ ഇനി അറിയാനുള്ള അതിൻ്റെ ഒരു മൈലേജ്, അതുപോലെ നമുക്ക് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ മൈലേജിലേക്ക് പോകാം. അപ്പോൾ എങ്ങനെയാണ് ഒരു മൈലേജ് കമ്പനി പറയുന്നത്? മൈലേജ് നമുക്ക് വരുമ്പോഴത്തേനും 19.4 ആണ് നമുക്ക് നിലവിലെ കമ്പനി പറയുന്നത്. നമുക്ക് നോർമലി നമ്മുടെ യൂസേജിൽ ഒരു 17-18 വരെ നമുക്ക് ഡെയിലി യൂസേജിൽ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. കസ്റ്റമർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഹൈവേ യൂസിലോട്ട് എടുക്കാം അല്ലെങ്കിൽ ലോങ് ഡ്രൈവിലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ് ടു 20-22 വരെ കിട്ടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. നമുക്ക് ഡെയിലി യൂസേജ് അതുപോലെ ലോങ് ഡ്രൈവിൽ നമുക്ക് നമ്മൾ ആ ഒരു കൊടുക്കുന്ന നമ്മൾ ആക്സലറേഷൻ രീതി, നമ്മളൊരു ഡ്രൈവ് ഹാബിറ്റ് വെച്ചിട്ട് നമുക്കൊരു നല്ല രീതിയിലുള്ള മൈലേജ് തന്നെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ BS6-ന്റെ തന്നെ phase 2 കാറ്റഗറി എഞ്ചിൻസ് ആണ് വരുന്നത്. അപ്പോൾ പഴയ ഒരു രീതിയിൽ നിന്ന് മാറി ഒന്നോടെ മാറി ചിന്തിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒന്നോടെ റിഫൈൻഡ് ആയിട്ടുള്ള, ഓൾറെഡി നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ എഞ്ചിൻസ് എല്ലാം 4 സിലിണ്ടർ ആണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള രീതിയിലേക്ക് വരുമ്പോൾ വീണ്ടും ഒന്നുകൂടെ phase 2-ലോട്ട് വരുമ്പോൾ ഒന്നുകൂടെ റിഫൈൻഡ് ആണ്. അപ്പോൾ നമുക്ക് പുതിയ സീരീസ് എല്ലാ മോഡൽസിനും നമുക്കൊരു നല്ലൊരു രീതിയിൽ മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് യൂഷ്വലി നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 17-18 നമുക്ക് ആവറേജ് മൈലേജ് ഉണ്ടാവും. മൈലേജ് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ നമുക്ക് പ്രൈസിലേക്ക് കിടക്കാം അല്ലേ? അപ്പോൾ എത്രയാണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്? നമുക്ക് സ്റ്റാർട്ടിംഗ് വേരിയന്റിന് HX2 എന്ന് പറഞ്ഞ മോഡലിൽ നമുക്കൊരു 5,79,900 ആണ് നിലവിലുള്ള സ്റ്റാർട്ടിംഗ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഓൺ റോഡിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു 6,83 വരെ നമുക്ക് ഓൺ റോഡ് പ്രൈസിലോട്ട് വരുന്നുണ്ട്. ഈ ഒരു പ്രൈസിൽ നിന്ന് നമുക്ക് നമ്മുടെ ഓഫേഴ്സ് നമുക്ക് ഈ മാസം 40,000 രൂപ വരെയുള്ള ക്യാഷ് ഡിസ്കൗണ്ട്സ് നമുക്ക് ടോട്ടൽ ബെനിഫിറ്റ്സ് നമുക്ക് വരുന്നത്. ക്യാഷ് ഡിസ്കൗണ്ട്സ് അല്ല, നമുക്ക് ടോട്ടൽ ബെനിഫിറ്റ്സ് 40,000 രൂപ വരെ ടോട്ടൽ ബെനിഫിറ്റ്സ് നമുക്ക് നിലവിൽ എക്സ്റ്റർണൽ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഈ പറയുന്ന പോലെ ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴെ വരുന്നത്, അതായത് ഏറ്റവും ടോപ്പ് എൻഡിന്റെ തൊട്ട് താഴെ വരുന്ന എല്ലാ ഫീച്ചറും ഉള്ള ഓൾമോസ്റ്റ് നമുക്ക് ടോപ്പ് എൻഡ് എന്ന് തന്നെ പറയാം. ആ രീതിയിലുള്ള മോഡലാണ്. HX8 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇത് നമുക്ക് വരുമ്പോഴത്തേനും 10,60,000 ആണ് നിലവിലത്തെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന ഡിസ്കൗണ്ട്സ് കുറയും. 40,000 ഡിസ്കൗണ്ട് എടുത്ത് വരും. അത്ര വരുന്നത് ശരിക്കും വാല്യൂ ഫോർ മണി എന്ന് പറയാവുന്ന ഒരു വേരിയന്റ് ശരിക്കും പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വരുമ്പോൾ ഇതാണെന്ന് എനിക്ക് തോന്നണം അല്ലേ? ഏറ്റവും ടോപ്പൻഡിലോട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടോപ്പ് എൻഡിലേക്കും പോകുന്നതിൽ നമുക്ക് കുറച്ചുകൂടി ഒരു വാല്യൂ ഫോർ മണി ഇതായിരിക്കും. പിന്നെ ഒരു ബ്ലൂ ലിങ്ക് എന്ന് നമുക്കൊരു കണക്റ്റഡ് കാർ ആപ്ലിക്കേഷൻ ആണ് നമുക്ക് അതിനകത്ത് എടുത്ത് പറയുന്ന മെയിൻ ഒരു ഹൈലൈറ്റ് ടോപ്പ് എൻഡിൽ. ഇപ്പോൾ അങ്ങനെ ഒരു കണക്റ്റഡ് കാർ ടെക്നോളജി കാര്യങ്ങളൊക്കെ അധികം യൂസ് ചെയ്യാത്തൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ടോപ്പ് എൻഡായിട്ട് നമുക്ക് ഈ ഒരു വേരിയന്റ് ചൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് HX6 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള നമുക്ക് ഒരു വേരിയന്റ് ഉണ്ട്. അത് നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഡാഷ് ക്യാമറ അതുപോലെ തന്നെ സ്റ്റൈൽ വീല് കാര്യങ്ങളെല്ലാം വരുന്ന അത്യാവശ്യം നല്ലൊരു വേരിയന്റ് ആണ്. അത് HX6 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു മോഡലിന് ഒരു മിഡ് വേരിയന്റിന് നമുക്ക് വരുന്നത് ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയും അതുപോലെ തന്നെ മാനുവൽ ആണെന്നുണ്ടെങ്കിൽ 9,30,000 രൂപയായിരിക്കും നിലവിലത്തെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓക്കെ, പിന്നെ എനിക്ക് അറിയാനുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇതിന്റെ ഒരു സർവീസിന്റെ കാര്യത്തിലേക്ക് എത്രയാണ് നമുക്ക് എക്സ്റ്ററിലേക്ക് വരുമ്പോൾ എത്രയാണ് നമുക്ക് സർവീസ് കോസ്റ്റ് വരുന്നത് ഡീറ്റെയിൽ പറയാം. നോർമലി വരുന്ന എല്ലാ വെഹിക്കിളിലും വരുന്ന ഒരു നോർമൽ സർവീസ് കോസ്റ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു മോഡലിലും വരുന്നുള്ളൂ. ആവറേജ് നമുക്കൊരു 5,000 അറൗണ്ട് രീതിയിലുള്ള ഒരു സർവീസ് കോസ്റ്റ് ആണ് നമുക്ക് ഈ ഒരു വെഹിക്കിളിലേക്ക് വരുന്നുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഫിനാൻസിലേക്ക് കടന്നാൽ ഫിനാൻസിന്റെ ഓപ്ഷൻസ് എങ്ങനെയാണ്, ഏതൊക്കെ ബാങ്ക് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? നമുക്ക് ഫിനാൻസ് വരുമ്പോഴത്തേന് യൂഷ്വലി വരുന്നത് 5 വർഷത്തെയും 7 വർഷത്തെയും സ്കീമുണ്ട്. അതുപോലെ തന്നെ ചില ബാങ്കുകൾ നമുക്ക് 8 വർഷം വരെ ചെയ്യുന്നുണ്ട്. അത് ഓരോ കസ്റ്റമറുടെ പ്രൊഫൈല് അവരുടെ ഒരു എലിജിബിലിറ്റി ഇൻകം കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തായിരിക്കും അത് വരുന്നത്. അത് നമുക്ക് കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഫിനാൻസിന്റെ ടീമുണ്ട്. വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീമാണ് നമുക്ക് വരുന്നത്. അവരുടെ കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ച് ഏത് ബാങ്ക് ആണോ നമുക്ക് ആപ്റ്റബിൾ ആയിട്ടുള്ള ആ ബാങ്കിലോട്ട് നമ്മൾ ഫിനാൻസിന്റെ കാര്യങ്ങളെല്ലാം ഫുൾ സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവും. ഒരു ഡൗൺ പേയ്മെന്റിലേക്ക് കടന്നാൽ ഏറ്റവും കുറഞ്ഞൊരു ഡൗൺ പേയ്മെന്റ് എന്ന് പറയാൻ ഓൾമോസ്റ്റ് നമുക്കൊരു 60,000 to 80,000 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വെഹിക്കിൾ ഇറക്കാനായിട്ട് സാധിക്കും. ബേസ്ഡ് ഓൺ
ലോൺ എലിജിബിലിറ്റി. ഇല്ല. ഇതൊക്കെ പറഞ്ഞതൊക്കെ നമ്മളൊരു സിവിലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേട്ടോ നമ്മളെ നമുക്കിപ്പം ഓരോ കസ്റ്റമറുടെ എലിജിബിലിറ്റി അനുസരിച്ച് നമുക്ക് ലോൺ അമൗണ്ട് ഇപ്പം 90 കിട്ടുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും, 95 കിട്ടുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും, മേ ബി 100% ലോൺ എലിജിബിലിറ്റി കിട്ടുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തരുടെ നമുക്ക് എലിജിബിലിറ്റി അനുസരിച്ച് നമുക്ക് മാക്സിമം ഫണ്ടിങ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഗോൾഡിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എക്സ്റ്ററിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാനാണെങ്കിൽ അത് എക്സ്റ്റർ എന്നല്ല കേട്ടോ, ഹുണ്ടായുടെ ഇപ്പോൾ ഏത് വെഹിക്കിൾസ് ആണെങ്കിലും നിങ്ങൾക്ക് അത് എടുക്കാനാണെങ്കിലോ ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും ബ്രോ നിങ്ങൾ കോൺടാക്ട് ചെയ്യും. ഒരു കാര്യം ചോദിച്ചിട്ട് ബ്രോ, നമ്മളൊരു ഓഫീസിൻ്റെ കാര്യം 40,000 ഡിസ്കൗണ്ട് ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞു. അപ്പോൾ എല്ലാ വാഹന കമ്പനികളും വാഹനത്തിന് വില കൂട്ടും ഹൈക്കും വരും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഹുണ്ടായുടെ ഭാഗത്ത് അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? എങ്ങനെയാണ് നമുക്ക് നിലവിൽ 2025 ശേഷം ഒരു മോഡൽ ചേഞ്ച് വന്നിട്ട് പോലും നമുക്കൊരു റേറ്റിൽ ഒരു വലിയ കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് നമ്മുടെ ഹ്യുണ്ടായി മോഡൽസിന് വന്നിട്ടില്ല. നമുക്കിപ്പോൾ നിലവിൽ May 1 മുതലായിരുന്നു, May 1 ഓൺവേർഡ്സ് നമുക്കൊരു പ്രൈസ് ഹൈക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് May 15 വരെ ഒരു എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. May 15 മുതൽ ഒരു 1% നമുക്ക് എക്സ് ഷോറൂമിൽ ഹൈക്ക് ഉണ്ടാവും എന്നാണ് നിലവിൽ നമുക്ക് വന്നിരിക്കുന്ന ഒരു അനൗൺസ്മെന്റ്. അപ്പോൾ നമുക്ക് അതിന് മുന്നേ എടുക്കുന്ന കസ്റ്റമേഴ്സിൽ മാക്സിമം ബെനിഫിറ്റ് ചെയ്യാൻ സാധിക്കും. വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഷോറൂം വരുന്ന ലൊക്കേഷൻ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൂത്താട്ടുകുളം മൂവാറ്റുപുഴ റൂട്ടിൽ ഉപ്പുകണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്, പോപ്പുലർ ഹുണ്ടായി. പറഞ്ഞാൽ തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ദയവായിട്ട് വിട്ടുപോകരുത്. അപ്പോൾ ബ്രോ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.